വിദേശത്തുള്ള പ്രവാസികൾക്ക് എന്നും അലട്ടുന്നൊരു സംശയമാണ് ഇന്ത്യയിലുള്ള നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് എങ്ങനെയാണ് ടാക്സേഷൻ വരുന്നത്. നിങ്ങൾക്കൊരു റിയൽ എസ്റ്റേറ്റ് സെയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വരുന്നത്. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സേഷൻ എങ്ങനെയായിരുന്നു വരുന്നത്. DTA എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ടാക്സ് ടെയിൽസ് ബൈ SES. Let's start with the term DTA, Double Taxation Avoidance Agreement. ടെക്നിക്കലായിട്ട് തോന്നും, പക്ഷേ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. ലെറ്റ്സ് സേ നിങ്ങൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ നാട്ടിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ഭാഗം അയക്കുന്നുണ്ടാവും. അതേസമയം നിങ്ങൾ നാട്ടിൽ നിങ്ങളൊരു ഫ്ലാറ്റ് ഓൺ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ രാജ്യത്തിൽ നിന്ന് വരുമാനം വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയം, നിങ്ങൾക്ക് കിട്ടുന്ന ഈ വരുമാനം ഡബിൾ ടാക്സേഷൻ വരുമോ ഇല്ലയോ ഉള്ളതാണ്. അവിടെയാണ് DTA പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യ 90-ലധികം രാജ്യങ്ങളുമായി DTA എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു രാജ്യത്തിൽ നിന്നും ഏൺ ചെയ്യുന്ന വരുമാനം ആ രാജ്യത്ത് മാത്രമേ ടാക്സ് ചെയ്യുകയുള്ളൂ, മറ്റേ രാജ്യത്ത് ടാക്സ് ചെയ്യുകയില്ല. ഈ എഗ്രിമെൻറ്റ് പ്രാബല്യത്തിൽ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ വൺ ഇൻകം വൺ ടാക്സേഷൻ എന്നതാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട് DTA വരുന്നത്. ഒന്ന് എക്സംഷൻ മെത്തേഡും ഒന്ന് ടാക്സ് ക്രെഡിറ്റ് മെത്തേഡും. നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് എക്സംഷൻ മെത്തേഡാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകത്തിൻ്റെ മേൽ ഒരു രാജ്യം മാത്രമേ ടാക്സ് ചുമത്തുകയുള്ളൂ. രണ്ടാമത്തേത് ടാക്സ് ക്രെഡിറ്റ് മെത്തേഡാണ്. ഇതിൽ ഇരു രാജ്യങ്ങളും നിങ്ങളുടെ ഇൻകത്തിൻ്റെ മേൽ ടാക്സ് ചുമത്തുമെങ്കിലും ഫോറിൻ കൺട്രിയിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിന് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആയിട്ടും ഫയൽ ചെയ്തിരിക്കണം. ഇത് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നോക്കാം. ലെറ്റ്സ് സേ ഞാൻ എൻ്റെ ഒരു എംപ്ലോയിയെ ജർമ്മനിയിലേക്ക് 1 വർഷത്തെ പ്രൊജക്റ്റിന് അയക്കുകയാണ്. അദ്ദേഹത്തിന് പേ ചെയ്യുന്നത് ജർമ്മനിയിലെ ക്ലയൻ്റ് ആയിരിക്കും. ആ വരുന്ന സാലറി ജർമ്മൻ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. ആ വരുന്ന വരുമാനത്തിന് ഓൾറെഡി ജർമ്മനിയിൽ ടാക്സ് ചെയ്യുന്നതാണ്. തിരിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. വന്നു കഴിയുമ്പോൾ ആ ടാക്സ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് നമുക്ക് ഇവിടുത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. NRE അക്കൗണ്ട് ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണോ? NRO FD ഇട്ടാൽ നിങ്ങൾക്ക് TDS ഡിഡക്റ്റ് ചെയ്യുമോ? കൂടുതൽ പ്രവാസികൾക്കുള്ളൊരു സംശയമാണ്. ഇത് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. NROയും NRE അക്കൗണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. NRE അക്കൗണ്ട് കൂടുതലും ഫോറിൻ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇത് 100% ടാക്സ് ഫ്രീ ആണ്. അതേസമയം NRO അക്കൗണ്ട് ഇന്ത്യയിൽ നിന്നുള്ള നിങ്ങളുടെ വരുമാനത്തിനോ, അതായത് റെൻറ്റോ ഡിവിഡൻസ് മുതലായ വരുമാനത്തിനോ, ഇന്ത്യയിൽ നിങ്ങൾക്കുള്ള ട്രാൻസാക്ഷൻസിനോ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ വരുന്ന ഇൻട്രസ്റ്റുകൾ ടാക്സ് ഫ്രീ അല്ല. അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും TDS ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 1 lakh NRO ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 30% TDS പ്ലസ് സർചാർജ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ NRO ഫണ്ടും NRE ഫണ്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു NRI ആണ്. നിങ്ങൾക്ക് നാട്ടിലൊരു പ്രോപ്പർട്ടി നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട്. സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ടാക്സ് ഇംപ്ലിക്കേഷൻസ്, TDS ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ ജസ്റ്റ് നോക്കി നോക്കാം. അതായത് നിങ്ങൾക്ക് നാട്ടിലുള്ളൊരു പ്രോപ്പർട്ടി നിങ്ങൾ 50 ലക്ഷത്തിന് മുകളിലാണ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 12.5% മുതൽ 20% വരെ TDS ഡിഡക്റ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അത് പല സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ഡിഡക്റ്റ് ചെയ്ത TDS നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫിനാൻഷ്യൽ ഇയറിൽ വേറെ ടാക്സബിലിറ്റി ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ ഈ ഡിഡക്റ്റ് ചെയ്ത ഫുൾ എമൗണ്ടും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. ഇതേപോലുള്ള ടാക്സ് റിലേറ്റഡ് കണ്ടൻസിനായി please follow Tax Tales by SES on all social media platforms. Thank you.